ഹലോ, വെൽക്കം ടു നഴ്സസ് വൈബ് ആൻഡ് ന്യൂസിലാൻഡ് അഡ്വഞ്ചർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. ഇന്ന് നമുക്ക് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ഒരു 5 വർഷത്തെ എൻ്റെ ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് കമ്പയർഡ് ടു ദ പ്രീവിയസ് കൺട്രീസ് എന്ന് പറയാൻ ഞാൻ ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എവിടെയാ സൗദിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 3 വർഷം വർക്ക് ചെയ്തു, സൗദിയിൽ ഏകദേശം 6 വർഷത്തോളം, നിയർ ടു 7 വർഷം വർക്ക് ചെയ്തു. ഇവിടെ ഇപ്പം 5 വർഷമാകാൻ പോകുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ്, എങ്ങനെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ ന്യൂസിലാൻഡ്, എന്തൊക്കെയായിരുന്നു അന്നത്തെ പ്രൊസീജിയർ എന്ന് ആ വീഡിയോസ് കണ്ടാൽ അറിയാം. പക്ഷേ ഇപ്പം ആ ഒരു സിറ്റുവേഷൻ മാറി. ഇപ്പം നമ്മൾക്ക് ഓസ്കി ആക്കി. പിന്നെ അന്നുണ്ടായിരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്രയും ഇന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ. കാരണം ഇവിടെ നിന്ന് ഇപ്പം നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുന്ന ന്യൂ ഗ്രാഡ്സിന് ഇപ്പം ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിന് നമുക്കുണ്ടായിരുന്ന ആ ഓപ്പർച്യൂണിറ്റീസ്, അവർക്കും ജോലി കൊടുക്കണമെന്നാണ്, ന്യൂ ഗ്രാഡ്സിനും ജോലി കൊടുക്കണം. അപ്പോൾ അവരും ജോലിക്ക് കയറുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെയുള്ള പുറത്തുനിന്ന് വരുന്ന ആർഎൻമാർക്ക് ഇവിടെയുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നവരും ഉണ്ട്, എല്ലാം നില കിട്ടുന്നതും ഉണ്ട്. പിന്നെ ഇവിടെ കിട്ടാത്തവരും ഓസ്കി കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്ന നഴ്സുമാരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം ഒത്തുവരുന്നവർക്ക് എല്ലാം പെട്ടെന്ന് ശരിയാവും. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ആദ്യം പറയട്ടെ, ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇവിടെ വന്ന ആ ഒരു സമയത്ത് നമുക്ക് ജോലിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, അധികം പൈസയൊന്നും ആരോടും കടം മേടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ പേരൻസ്, എൻ്റെ ഹസ്ബൻഡ്, എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ എന്താണോ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിൻ്റെ കാരണം ആദ്യം ദൈവം, പിന്നെ എൻ്റെ പേരൻസ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത്. പിന്നെ കമ്പയർഡ് ടു അതർ കൺട്രീസ് എന്താണ് ഇവിടെ ഡിഫറൻസ്? അതർ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 2 ആഴ്ചയിൽ 10 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊരു ഫിക്സഡ് സാലറി ആയിരുന്നു. ഇപ്പം ഞാൻ അവിടെ എൻഡോസ്കോപ്പിൽ വർക്ക് ചെയ്തിരുന്ന കാരണം എനിക്കൊരു ഫിക്സഡ് ദിവസങ്ങളിൽ ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. ഹോസ്റ്റലിൽ താമസിച്ചു. നമുക്ക് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു ബാച്ചിലർ ലൈഫിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ല കൺട്രി തന്നെയാണ് ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേറെ ഒരു പൈസയും ചിലവാകുന്നില്ല. നമുക്കവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും, ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ഒന്നിനും നമുക്ക് പൈസ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്നതിന് അവിടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന സെയിം സ്ഥലത്ത് തന്നെ നമ്മുടെ ഹസ്ബൻഡിന് ജോലി വേണം, പിന്നെ പിള്ളേരുടെ സ്കൂളിങ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് പിക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് FT നമുക്ക് ഇഷ്ടമനുസരിച്ച് പിക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് 0.9 ആണ്. അതായത് 2 ആഴ്ചയിൽ 9 ദിവസം, ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓഫാണ്. ഞാൻ കയറിയ സമയത്ത്, അതായത് ഞാനിവിടെ ജോയിൻ ആയ സമയത്ത് 0.8 ആയിരുന്നു. 2 ആഴ്ചയിൽ 8 ദിവസം ജോലി ചെയ്താൽ മതിയായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ ഓഫുള്ള ദിവസങ്ങളിൽ നമ്മൾ അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും, നമുക്ക് പോയി ജോലി ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്, നമ്മളെ ആരും ഫോഴ്സ് ചെയ്യത്തില്ല. പിന്നെ കമ്പയർഡ് ടു ദ വർക്ക് സ്ട്രെസ്സ് നമുക്ക് കുറവാണ് ഇവിടെ. കമ്പയർഡ് ടു പുറത്തായിരുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് വർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഹാൻഡ് ഓവർ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് പറയാം, എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് വെച്ചാൽ പെൻഡിങ് ഇട്ടിട്ട് വരുമെന്നല്ല പറഞ്ഞേ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ പണികൾ തീർത്തിട്ട് വരാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ഡിഫറൻസുകളുണ്ട്. പിന്നെ ഞാനിപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പുറത്തായിരുന്ന സമയത്ത് ഇപ്പം നാട്ടിലൊക്കെ എനിക്കറിയാം ബ്ലഡ് എടുക്കുന്നതും IV ലൈൻ ഇടുന്നതും എല്ലാം
നമ്മൾ നഴ്സുമാർ തന്നെയായിരുന്നു. ഇവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഓപ്സ് ഹൈ ആണ്, ഇവിടെ EWS എന്നാണ് പറഞ്ഞത്, ഏർലി വാർണിംഗ് സ്കോർ എന്നാണ് പറയുന്നത്, അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി മെത്തേഡ്സുകളുണ്ട്. അപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഓപ്സ് കൂടുതലാണ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളാകെ സ്ട്രെസ് ഔട്ടാവും. ഇവിടെ നമുക്ക് അത്രയും സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് പേഷ്യൻസ് അറ്റ് റിസ്ക് നഴ്സുമാരുണ്ട്, വേരിയൻസ് റെസ്പോൺസ് നഴ്സുണ്ട്, പിന്നെ ഓൺ കോൾ ഹൗസ് ഓഫീസർമാരുണ്ട്. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഓപ്സ് ഇച്ചിരി ഹൈ ആണ്, നമുക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ട് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ, ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പേഷ്യൻസ് അറ്റ് റിസ്ക് നഴ്സുമാരെ വിളിക്കാം. അവർ വരും, അവർ വന്ന് അസസ് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി പേഷ്യൻസിൻ്റെ കാര്യം നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വർക്ക് സ്ട്രെസ്സാണ് നമുക്ക്, വർക്ക് എൻവയോൺമെൻ്റ് ആണ് ഏറ്റവും കാമായിട്ടും റിലാക്സ് ആയിട്ടും നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം വർക്ക് സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻ്റ് ആണ് നമുക്ക് കൂടുതലും ഇവിടെ. സാലറി വൈസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ശമ്പളം നമുക്ക് കിട്ടും. 2 ആഴ്ച കൂടുമ്പോഴാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ കംഫോർട്ട് അനുസരിച്ച്. ഇപ്പം എനിക്ക് 2 ആഴ്ചയിൽ 10 ദിവസം ജോലി ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു FTE ഓഫർ വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റുകളും ഉണ്ട്. പിന്നെ ടാക്സ് എന്ന് പറയുന്ന ചെറിയൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് നമ്മൾ ഈ രാജ്യത്ത് വന്ന് വർക്ക് ചെയ്യുമ്പം നമ്മൾ എന്തായാലും ടാക്സ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അതും ഒരു ഇതാണ്. പിന്നെ സാധനങ്ങൾക്കൊക്കെ ഞാനന്ന് വന്ന സമയത്തുണ്ടായിരുന്ന സാധനത്തിൻ്റെ പ്രൈസ് പോലെയല്ല, എല്ലാം ഇപ്പം കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനനുസരിച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ദൈവം അനുഗ്രഹിച്ച് ഇനി നിമിഷം വരെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം റെൻറ്റിന് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ മമ്മീനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ദൈവം ഒരു വീട് മേടിച്ചു, വണ്ടി മേടിച്ചു. അപ്പം എല്ലാം ഈ ഒരു 5 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഹോട്ടൽ ഫീൽഡായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു ഹോട്ടൽ ഫീൽഡ് ജോലി ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബേസിക് റേറ്റ് ഒക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അത് കാരണം പുള്ളിക്കും അത്രയും വർഷം ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന കാരണം ഇനി മാറ്റി ചിന്തിച്ചു. കുറച്ച് നാൾ ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫുഡ് പ്രോസസ്സിങ് കമ്പനിയിൽ കയറി. അപ്പോൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. മോർണിംഗ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഷിഫ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി, സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഇപ്പം ഹസ്ബൻഡ് മോർണിംഗിൽ ഡ്യൂട്ടിക്ക് പോകുന്നപ്പം ഞാൻ കൂടുതലും ഈവനിങ് ഷിഫ്റ്റാണ് ചെയ്യാറ്. പിന്നെ വീക്കെൻഡ്സിലൊക്കെ നൈറ്റ്, അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഹസ്ബൻഡ് ലെവൽ 3 ചെയ്തു. ഇനിയും ലെവൽ 4 ചെയ്യണമെങ്കിൽ ഏതെങ്കിലും റെസ്റ്റ് റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലെവൽ 4 ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെവൽ 3 കോഴ്സ് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അങ്ങനെ ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായി ഈ ഒരു 5 വർഷം. കുറേ അല്ല, ഒത്തിരി നല്ല കാര്യങ്ങളും ഉണ്ടായി, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് ഈ ഒരു 5 വർഷം നമ്മൾ കൊണ്ടുപോയി. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ഇപ്പം ഞങ്ങൾ രണ്ട് പിള്ളേരാണുള്ളത്. മൂത്തയാൾ ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട്, അവൻ ഗ്രേഡ് 4-ലായി. മറ്റേ കുഞ്ഞത് ഇവിടെ കിൻഡർ ഗാർഡനിലും പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക്, എല്ലാ വിശേഷങ്ങളും ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് തീർക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ ചെറിയൊരു ഹോം ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസ്, ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ. ബൈ.